ക്രിപ്റ്റോ കറൻസിയിലെ നിക്ഷേപകരായാലും ക്രിപ്റ്റോ കറൻസിയിലെ ട്രേഡേഴ്സ് ആയാലും ക്രിപ്റ്റോ കറൻസികളിലെ ക്യാപിറ്റൽ ഗെയിൻ അഥവാ മൂലധന നേട്ടത്തിന് 30% എന്ന ഫ്ലാറ്റ് റേറ്റാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റുമായി യാതൊരുവിധ ബന്ധവുമില്ല. വരുമാനത്തിനനുസരിച്ച് 5%, 10%, 15%, 20%, 30% എന്നിങ്ങനെ വിവിധ സ്ലാബ് റേറ്റുകളാണ്, ഇൻകം ടാക്സ് റേറ്റുകളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ലാബ് റേറ്റിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ ക്രിപ്റ്റോയിൽ നിന്നുള്ള വരുമാനത്തെ അല്ലെങ്കിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ നിന്നുള്ള വരുമാനത്തെ, മൂലധന നേട്ടത്തെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കുറഞ്ഞ നിരക്കിൽ ടാക്സ് അടയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നിങ്ങളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നതാണ്. 2023-24 ITR ഫോമുകളിൽ ക്രിപ്റ്റോ കറൻസികൾക്കായി ഒരു പ്രത്യേക ഷെഡ്യൂൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നാണ് ഈ ഷെഡ്യൂളിൻ്റെ പേര്. ഈ ഒരു വിഭാഗത്തിലാണ് ക്രിപ്റ്റോ കറൻസികൾ, NFT തുടങ്ങിയ ഡിജിറ്റൽ ആസ്തികളിൽ നിന്നുള്ള മൂലധന നേട്ടത്തിൻ്റെ